സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഈ മദനി നഗർ ഉൾപ്പെടെയുള്ള ഉള്ളാളം അതേ മഹൽ ഉൾപ്പെടെയുള്ള കർണാടകയിൽ 500ഓളം മഹല്ലുകളുടെ ഖാദിയായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ശൈഖുനാ സുൽത്താനുൽ ഉലമ ഒരു കേരള യാത്ര നടത്തുന്നത് കേരളത്തിലാണെങ്കിലും അതിന്റെ പ്രതിധ്വനി നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ദിക്കുകളിലും എല്ലാ മേഖലകളിലും മലയടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രാജ്യത്ത് മനുഷ്യനാവുക, മനുഷ്യത്വമുണ്ടാവുക എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പണ്ഡിതനെ ആധികാരികമായി ഒരു മനുഷ്യത്വത്തിന്റെ പേരില് ഒരു യാത്ര സംഘടിപ്പിക്കാനുള്ള കെൽപ്പുണ്ടെങ്കിൽ, അതിനുള്ള അവകാശമുണ്ടെങ്കിൽ അത് ഒരേ ഒരു പണ്ഡിതൻ മാത്രമാണ്, ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അല്ലാഹുവേ, നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ഒരുപാട് കാലം ആ തണല് ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ അല്ലാ. ഇന്നലെ ഉള്ളാളം ദർഗയിൽ സിയാറത്ത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദ് കുമ്പോൾ തങ്ങളുപ്പാപ്പ അതേ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഇരുത്തിയിട്ട് ഈ യാത്ര കഴിയുന്നത് വരെ നമ്മുടെ കൂടെ താജുൽ ഉലമ തങ്ങളുപ്പാപ്പ ഉണ്ടാകുമെന്ന് വികാര നിർഭരമായി ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ പറഞ്ഞപ്പോ കരയാത്ത ഒരാളും ആ സദസ്സിലുണ്ടാവുകയില്ല. ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവர்கள் തേങ്ങി കരയുകയാണ്. ഖലീലുൽ ബുഖാരി തങ്ങളുപ്പാപ്പ കരയുകയാണ്, പേരോട് ഉസ്താദ് കരയുകയാണ്. അവിടെ ഒരുമിച്ച് കൂടി എല്ലാ ഉസ്താദുമാരും എല്ലാ തങ്ങന്മാരും കരയുകയാണ്. ഈ വിനീതനും അറിയാതെ കരഞ്ഞുപോയി. മാഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മഹാനായ ശൈഖുനാ സിഎം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ താജുൽ ഉലമ തങ്ങളുപ്പാപ്പ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ നമുക്കുള്ളൊരു ഊർജ്ജമുണ്ട്, ഒരു ആവേശമുണ്ട്, ഒരു ആനന്ദമുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നത്, മുഅ്മിനാത്തുകളോട് പറയുന്നത്, നമ്മളെല്ലാവരും മനുഷ്യന്മാരാകണം. ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളോടും എല്ലാവരോടും അടിവരയിട്ട് പറയാനുള്ളത്, എല്ലാവരും മനുഷ്യന്മാരാകണം. മനുഷ്യൻ വളർന്നാൽ ആ മനുഷ്യനെ അതേ ഒരു മലക്കിനോളം വളരാൻ കഴിയും. ഒരു മനുഷ്യൻ അധപ്പതിച്ചു പോയാൽ ആ മനുഷ്യൻ ഒരു മൃഗത്തെക്കാളും അധപ്പതിച്ചു പോകുന്ന ആളായി മാറിപ്പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ആരോടും പകയില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ, ആരോടും വൈരാഗ്യമില്ലാതെ എല്ലാവരും നല്ല ഉഷാറായി ജീവിക്കണമെന്ന ഒരു നല്ല പൊതു തത്വത്തിലേക്ക് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളുമായി മാറേണ്ടതുണ്ട്. അതിനെ ഉസ്താദ് അവറുകൾ കേരളത്തിൽ നടത്തുന്ന യാത്ര, അല്ലാഹുവേ, അതിന്റെ പ്രതിധ്വനി കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിന്റെ പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അലയടിച്ച് മനുഷ്യന്മാരെല്ലാവരും നന്നാകാനും ആ മനുഷ്യന്മാർക്കിടയിൽ സാഹോദര്യവും സ്നേഹവും സൗഹാർദ്ദവും സമാധാനവും ഉണ്ടാക്കിയെടുക്കാനുള്ള നല്ല സാഹചര്യം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, ഞങ്ങളെ നീ നന്നാക്കണേ റബ്ബേ. ആ മനുഷ്യന്മാരായി നമ്മൾ ജീവിക്കണം. ആ മനുഷ്യന്മാരായി നമ്മൾ ജീവിക്കുമ്പോ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി പറയാനുള്ളത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിസ്ഥാനപരമായ ദീൻ അതെന്ന് പറയുന്നത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അതല്ലാത്തതെല്ലാം ളാലും മുളില്ലുമാണ്, പിഴച്ചുപോയതാണ്, പിഴപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളാരും അതിൽ പെട്ടുപോകരുത്. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ അവസാന സമയം അല്ലാഹു നന്നാക്കി തരട്ടെ.